ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 8 സ്ലൈസ് വൈറ്റ് ബ്രെഡ് വേണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാൻ. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3 ഏലക്കായ. പിന്നെ വേണ്ടത് നല്ല കട്ടിപ്പാലാണ്. അതായത് 1 കപ്പ് പാലെടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയിട്ട് 1/2 കപ്പാക്കി മാറ്റുക. ഇതൊരു 6 ടേബിൾ സ്പൂൺ വേണം. 1 ടീസ്പൂൺ നെയ്യ്, 10 ആൽമണ്ട്സ്, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ റോസ് വാട്ടർ. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്യുക. ഇനി ഈ ബ്രെഡിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യ് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, സ്റ്റെപ്പായിട്ട് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ പാല് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റോളം വെക്കുക. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സിന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മിക്സ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ആൽമണ്ട് വെച്ച് കൊടുക്കുക. ആൽമണ്ടിന് പകരം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതൊരു ബോളിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും റെഡിയാക്കി എടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഏകദേശം 10 ബോൾസ് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞ് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാൻ. ഇതൊരു 6-7 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ ഫ്ലെയിം കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞാൽ പുറം ഭാഗം വേഗം ബ്രൗൺ ആവും, പക്ഷെ ഉള്ളിൽ വേവൂല. അതുകൊണ്ട് എപ്പോഴും സിമ്മിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഷുഗർ സിറപ്പ് ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂറോളം ഇത് മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്